വിടുങ്ങുന്ന തങ്കവും വീശുന്ന പാതിരികളും. സ്വർഗീയ വിരുന്ന് എന്ന പേരിൽ പാവപ്പെട്ട വിശ്വാസികളെ പിടുങ്ങി ദശാംശവും സ്തോത്രകാഴ്ചയും പിടുങ്ങി സമ്പന്നനായ കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരൻ തങ്കു ബ്രദർ എന്ന തീവട്ടി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കളത്തിൽ ചുവട് ഉറപ്പിക്കുവാനുള്ള തീവ്ര ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വചനക്കൊള്ളക്കാർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ മാലിന്യോത്സവത്തിലും തങ്കുവിനെ അവർ പ്രാസംഗികനായി വിളിച്ചിരുന്നു. കരുണയും സഹാനുഭൂതിയും ഒക്കെ സ്റ്റേജിൽ മാത്രം വിളമ്പുന്ന തങ്കുവിനെ കുറിച്ച് കോട്ടയത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ കാനഡയിൽ താമസമാക്കിയ ജോൺ. അതോടൊപ്പം പാതിരിമാരുടെ ഇരട്ടത്താപ്പും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ജോൺ. എൻ്റെ ചില അനുഭവങ്ങൾ പറയാനാണ് ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്തത്. ഞാൻ ഒരു 15 വർഷം മുമ്പ് കോട്ടയത്ത് ഒരു പ്രശസ്ത ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ ഭാഷയിൽ പറയുന്ന ദ്രവ്യദാസന്മാർ അല്ലെങ്കിൽ വചന കച്ചവടക്കാരെ പരിചയപ്പെടാൻ എനിക്കിടയായിട്ടുണ്ട്. അതൊരു സ്പെസിഫിക് ഡിനോമിനേഷൻ എന്നില്ല, പല വിഭാഗത്തിൽപ്പെട്ട ഈ പാസ്റ്റേഴ്സിനെയും പുരോഹിതന്മാരെയൊക്കെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് തങ്കുവും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പാസ്റ്റേഴ്സ് വന്ന് എപ്പോഴും സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. എനിക്ക് ഈ ബ്രദർ തങ്കു എന്ന് പറഞ്ഞ ആളിനെ കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഈ കോട്ടയത്ത് ഇവിടെ ഇരിക്കുമ്പോഴാണ്, ഈ ഹോട്ടൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ പുള്ളിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റു പലരും പറയുന്ന പുള്ളി റെസ്റ്റോറൻറ്റ് ഏകദേശം ക്ലോസ് ആകുമ്പോഴേ ഒരു ഗ്രൂപ്പ് ആൾക്കാരായിട്ട് വരത്തുള്ളൂ എന്നുള്ളത്. ഒരു ദിവസം ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് ഏകദേശം ഒരു 10:45 ആകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ആ ഫൈനൽ പ്രോസസ്സിങ്ങിൽ അപ്പോഴാണ് MD ത്രൂ ഒരു കോൾ വരുന്നത്. ഒരു 15 പേർക്ക് ടേബിൾ റിസർവ് ചെയ്യണം, അത് പാസ്റ്റർ തങ്കു ആൻഡ് ടീമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാകെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം അവർ ഡിസപ്പോയിൻറ്റഡ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇയാൾ കംപ്ലൈൻറ്റിൻ്റെ ആശാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇവരോട് പറയില്ല, പുള്ളി നേരെ MDയോടാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാമല്ലോ അത് എത്രമാത്രം സീരിയസ് ആയിട്ട് ഈ പിള്ളേരെയും ബാക്കിയുള്ളവരെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പുള്ളി ഒരു എന്താ പറയുക, വളരെ സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും എന്നുള്ളതാണ്. കാരണം ദൈവദാസന്മാരല്ലേ, കാരണം ഇവരൊക്കെ വലിയ പാസ്റ്റേഴ്സ് അല്ലേ, അപ്പോൾ ഇവർ നന്നായിട്ട് ഇടപെടുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ പുള്ളിയെ കണ്ടപ്പോഴാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ തെറ്റായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും പിന്നെ കൂടെ പാസ്റ്റേഴ്സ് ആയിരിക്കും, എനിക്കറിയത്തില്ല, കുറേ ആൾക്കാരുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട. അത്രയും 15 ആൾക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ട്. ഈ പുള്ളിയെ ഞാൻ അന്നെന്നല്ല പിന്നീട് പല പ്രാവശ്യവും അവിടെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇന്ന് വരെ ഒരാളോട് പോലും ചിരിച്ച് വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരോട് പോലും പുള്ളി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവർ വരുന്ന സമയം എന്ന് പറയണത് നമ്മൾ ഈ പിള്ളേരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർ ഭയങ്കര അറ്റൻഷനായിട്ട് വളരെ കെയറിങ് ആണ് പുള്ളിക്ക് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലേ, പുള്ളി വളരെയധികം കംപ്ലൈൻറ്റ് റേസ് ചെയ്യുന്ന ഒരാളാകുന്നതുകൊണ്ട് വളരെയധികം കെയറിങ്ങിലോടാണ് അവർ ഈ പുള്ളിക്ക് സെർവ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് അറ്റൻഷനുണ്ട് പുള്ളിക്ക് ഇവർ സർവീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം വായിച്ച് ഞാനിത് എല്ലാം നോക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്ക് എന്നോട് നേരിട്ട് പറയാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കും, പുള്ളി പോകുന്നിടം വരെയും അവിടെ നിൽക്കും. പക്ഷേ പുള്ളി എന്നോടൊന്നല്ല ആരോട് പോലും, പുള്ളി അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരോട് അവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇന്നുവരെ ഞാൻ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. മാത്രമൊന്നല്ല, ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ അന്നത്തെ കാര്യം ഞാൻ പറയില്ല, 15 വർഷം മുമ്പാണ് ആ ഒരു റേഞ്ചിലാണ് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അത്രയും രൂപയുടെ ഫുഡ് പുള്ളി ഓർഡർ ചെയ്താലും പുള്ളി പ്രത്യേകിച്ച് ഓർക്കണം, ഈ ലേറ്റ് നൈറ്റ് സർവീസാണ് ഇത്രയും ഈ പിള്ളേർ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. 1 രൂപ പുള്ളി ടിപ്പ് കൊടുക്കാറില്ല. 1 രൂപ പോട്ടെ, ഒരു നന്ദിയുടെ വാക്ക്, ഒരു താങ്ക് യു എന്ന് പുള്ളി പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ വന്ന് കഴിച്ച് ഇത്രയും രൂപയുടെ ഫുഡ് പുള്ളി ഓർഡർ ചെയ്ത് കഴിക്കുന്നു.
ആ പിള്ളേർക്ക് അത്രയും സെർവ് ചെയ്ത് കൊടുത്ത് ആ ലേറ്റ് നൈറ്റിൽ പുള്ളിക്ക് വേണ്ടി അവിടെ വേറെ കസ്റ്റമേഴ്സൊന്നും ആ സമയത്തില്ല. ഈ ഒരു ഗ്രൂപ്പ് പീപ്പിളെ കാണുന്നതാണ്, ഇവർ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് സെർവ് ചെയ്ത് കൊടുത്താൽ ₹1, ഞാൻ പറഞ്ഞല്ലോ പുള്ളി അന്നല്ല, ഞാൻ അവിടെ ഇരുന്ന കാലഘട്ടത്തിൽ പല പ്രാവശ്യവും പുള്ളി ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് വരും. പുള്ളി വരുമ്പം തനിയെ വരത്തില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് 15 പേര് ഒരിക്കലും കുറയാറില്ല. വന്ന് അത്രയും പേർക്ക് ഇവർ സെർവ് ചെയ്ത് കൊടുത്താൽ ₹1 പോലും ഇവർ ടിപ്പ് കൊടുക്കാറില്ല. ഇന്ന് വരെ കണ്ടിട്ടില്ല ഇദ്ദേഹം ടിപ്പ് അതിനകത്ത് എഴുതിയതോ കൊടുത്തതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഇവർ ഈ ജനങ്ങളിൽ നിന്ന് മേടിക്കാൻ ഇവർ വളരെയധികം മിടുക്കന്മാരാണ്. പക്ഷേ ഇവർക്ക് കൊടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരമായ സത്യം. ഇപ്പോൾ കൊടുക്കത്തില്ല എന്നത് മാത്രമല്ല, കംപ്ലൈൻറ്റ് ടോപ്പ് ലെവലിൽ രജിസ്റ്റർ ചെയ്യാൻ പുള്ളിയെ മിടുക്കനുമായിരുന്നു എന്നുള്ളതാണ് പുള്ളിയെപ്പറ്റി അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ മലയാളികളല്ലാതെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പാസ്റ്റേഴ്സ്, അത് പുള്ളിയുടെ ഗ്രൂപ്പിൽ പെട്ടതല്ല, ഇതുപോലെ വേറൊരു ഇൻസിഡൻ്റാണത്. എനിക്കൊന്ന് ഒരു 11 o'clock കഴിഞ്ഞു, 11:05 ആയിക്കാണ്. ഞാൻ റെസ്റ്റോറൻ്റ് എല്ലാം ക്ലോസ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് റിസപ്ഷനിൽ നിന്ന് കോൾ വരുന്നത്, മൊത്തം ക്ലോസ് ചെയ്ത്. ഞാൻ പറഞ്ഞു ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ പറയുന്നത് 2 പാസ്റ്റേഴ്സ് ഇവിടെ വന്നിപ്പുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡ് വേണം. ഞാൻ പറഞ്ഞു കിച്ചൺ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി തന്നെ ഇപ്പോൾ 11 o'clock കഴിഞ്ഞില്ല, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരോട് പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ നോക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവന്മാർ നേരിട്ട്, അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അവർ എൻ്റെ അടുത്ത് നേരിട്ട് വന്നു കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇതുപോലെ ഫുഡ്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയുമില്ല, കാരണം ഞാൻ ഹെൽപ്ലെസ് ആണ്. കാരണം മാക്സിമം എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ മാക്സിമം എല്ലാവരെയും എൻ്റെ കഴിവിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രക്ഷയുമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ക്ലോസ്ഡ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഇവർ ഒരു വയലൻ്റ് ആകുന്ന ഇതിലാണ്, വളരെയധികം ഹാർഷായിട്ട് അവന്മാർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തട്ടുകടകളുണ്ട്, അപ്പോൾ ആ തട്ടുകടകളിൽ ഫുഡുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇപ്പം വേണമെങ്കിൽ അത്യാവശ്യം അവിടെ പോയി കഴിക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവന്മാർ കൂടുതലങ്ങ് എക്സ്പ്ലോഡായിട്ട് എന്നോട് പറഞ്ഞു ഇത് നിൻ്റെ ലാസ്റ്റ് ദിവസമായിരിക്കും ഇവിടെ, ഞങ്ങൾക്ക് ഇതിൻ്റെ MD അറിയാം, അവിടെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോളാം, നീ ഇനി ഇവിടെ വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഇവർ റിസപ്ഷനിൽ പോയി. റിസപ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് 2 പേപ്പറൊക്കെ മേടിച്ച് ഒരു 10-20 മിനിറ്റ് എടുത്ത് ഇവർ വലിയ കംപ്ലയിൻറ്റ് അവിടെ എഴുതി കൊടുത്തു. ഞാൻ തന്നെ അതിശയിച്ചു പോയി, കാരണം ഇതാണോ പാസ്റ്റേഴ്സ്? ഇവന്മാർ എന്ത് പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനുമാണ് നടക്കുന്നത്. ഒരു ക്ഷമയെന്ന് പറയുന്നൊരു സാധനമില്ല, ബിഹേവ് ചെയ്യാൻ അറിയില്ല. ഇവന്മാർ ഈ ഭക്ഷണപ്രാന്തന്മാരായിട്ട്, എന്നാൽ ഭക്ഷണം അവിടെ ഉള്ള അതിൻ്റെ ഹൈ ലെവലിൽ നിന്ന് അവന്മാർ കഴിക്കത്തുള്ളൂ. സാധാരണ തട്ടുകടയിൽ നിന്നൊക്കെ പറയുന്ന അവന്മാർക്ക് പുച്ഛമാണ്, കാരണം ജനങ്ങളുടെ കാശാണല്ലോ, ഇവന്മാർ വിയർത്ത കാശൊന്നും അല്ലല്ലോ, ജനങ്ങളുടെ നിന്ന് കിട്ടുന്ന കാശല്ലേ, അപ്പോൾ പിന്നെ എന്ത് വേണേലും കാണിക്കാമല്ലോ. പിന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മിക്കവാറുമുള്ള സന്ദർശകരായിരുന്നു പുരോഹിതന്മാർ. ഈ പുരോഹിതന്മാരാണെന്ന് പറയുന്നത് ഇവന്മാരുടെ യൂണിഫോം ഇട്ടുകൊണ്ടല്ല വരുന്നത്, ഈ തിരുവസ്ത്രമൊക്കെ അഴിച്ച്, ഈ ലോഹായോ ഈ തിരുവസ്ത്രമോ അങ്ങനത്തുള്ള ഈ കുപ്പായങ്ങൾ അഴിച്ച് വെച്ചിട്ട് ഇവന്മാർ ഫുൾ സ്ലീവിൽ ആണ് വരുന്നത്. ഈ വന്നു കഴിയുമ്പോൾ ഇവർ മറ്റുള്ളവർക്ക് ഞങ്ങൾ പുരോഹിതന്മാരാണ് എന്ന് തോന്നരുതെന്ന് കണ്ടാണ് ഇവർ വരുന്നത്. ഇവരുടെ വിരവിലും നടപ്പിലും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവന്മാർ പുരോഹിതന്മാരാണെന്നുള്ളത്. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവന്മാർ ആദ്യത്തെ 1-2 പെഗ് കഴിയുമ്പോഴത്തേന് ഇവന്മാരുടെ ബോധമൊക്കെ അങ്ങനെ കുറച്ച് ഒന്ന് പോയി തുടങ്ങും. അത് കഴിയുമ്പോൾ പിന്നെ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചോ എന്നാണ് പറഞ്ഞ് സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചോ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇച്ചിരി വരുന്നത്. കാരണം ഈ ഇപ്പന്മാർ ഇത് വന്ന് ഈ മദ്യം കുടിച്ചിട്ടാണ് ഞായറാഴ്ചകളിൽ ചർച്ചുകളിൽ പോയി കുഞ്ഞാടുകളെ ഉപദേശിച്ച് നേരായ പാതയിൽ നടത്തുന്ന മഹാന്മാർ. ഈ പുരോഹിതന്മാരിലും പാസ്റ്റർമാരിലും ഒക്കെ എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ ഒരു നല്ല പങ്ക് ആൾക്കാരും ഇതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഈ പദവി അലങ്കരിച്ച് നടക്കാനായിട്ടുള്ള യോഗ്യത ഉള്ളവരല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുമ്പോൾ എങ്കിലും എന്തുമാത്രം നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കണ്ട് ഒരു കുറച്ചെങ്കിലും ബോധം മനുഷ്യർക്ക് ഉണ്ടാകുന്നില്ലേ എന്നുള്ളത് ഓർത്തിട്ടാണ്
ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഇവർ പിന്നെയും ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുമോ എനിക്കറിയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.